അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ലാംഗ്വേജ് സെറ്റിങ്സ് ആണ് പഠിക്കുന്നത്. ലാംഗ്വേജ് സെറ്റിങ്സ് അതേപോലെ തന്നെ അതെങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ. അത് നമ്മൾ സെറ്റിങ്സിൽ പോവാം. ഇതിൽ ടൈം ആൻഡ് ലാംഗ്വേജിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് ആഡ് എ ലാംഗ്വേജ് കൊടുത്താൽ അതിൽ ഏതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അറബിക് ലാംഗ്വേജാണ് വേണ്ടതെന്ന് വെച്ചാൽ അറബിക് ടൈപ്പ് ചെയ്യുക. അറബിക് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. അൾജീരിയ, ബഹ്റൈൻ, ഒമാൻ, ഈജിപ്ത്, ഖത്തർ, ബഹ്റൈൻ അതേപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ ഇൻസ്റ്റാൾ പറഞ്ഞ ഓപ്ഷൻ വരും. ഇത് ഞാൻ ഓൾറെഡി അതിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഇൻസ്റ്റാൾ പറഞ്ഞ ഓപ്ഷൻ വരാത്തത്. എന്നിട്ട് നമുക്ക് ഇനി അറബി ടൈപ്പ് ചെയ്യാം. ഞാൻ അറബിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് സൈഡ് വശത്തായിട്ട് ENG എന്ന് കാണുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഒരു ഇത് കണ്ട ആ ഒരു ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അറബിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ അറബി ടൈപ്പ് ചെയ്യുകയാണ്. അറബി കീബോർഡാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എനിക്ക് ടൈപ്പ് ചെയ്യാം. അറബി കീബോർഡിൽ ഈ ഒരു സെറ്റിങ്സ് പ്രകാരം നമ്മൾ അറബി ആക്കി കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറബി കീബോർഡിൽ ആ ഒരു അക്ഷരം നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വരും. ഇനി നമുക്ക് അസ്സലാമു അലൈക്കും എന്നുള്ളത് ടൈപ്പ് ചെയ്യും. ഞാനിപ്പോൾ അറബി ടൈപ്പ് സെലക്ട് ചെയ്തു. അറബി എഴുതുന്നത് എങ്ങോട്ടാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഈ വശത്തുനിന്ന് നമ്മൾ റൈറ്റിൽ നിന്നാണ് എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പക്ഷേ ഇന്ത്യയിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. അള്ളാഹ് എന്ന് പറയുന്നാൽ റഹ്മത്തുള്ളാഹ് അള്ളാഹ് എന്ന് പറയുമ്പോൾ അലിഫ് ഇട്ടിട്ട് രണ്ട് LL പിന്നെ അതിൻ്റെ മുകളിലത്തെ ആ ചിഹ്നത്തിൻ്റെ ഓപ്ഷനും പിന്നെ ആ ഒരു ഇത് വരുന്നത് ഇന്ത്യയിൽ വരുന്നില്ല. അതിൻ്റെ കീബോർഡിൻ്റെ പ്രശ്നമാണോ അതോ എന്തെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി, കിട്ടുന്നില്ല. പക്ഷേ അതിനൊരു ഷോർട്ട് കീ നമുക്കറിയാം. എന്ത് F2 Alt+X ടൈപ്പ് ചെയ്താൽ അള്ളാഹ് എന്ന് വരും. നമുക്കൊന്നുകൂടി പറയാം. F2 Alt+X. അതേപോലെ തന്നെ FT Alt+X അമർത്തിയാൽ ബിസ്മില്ലാ എന്ന് വരും. FA Alt+X സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും വരും. സോ ഇതൊക്കെ നമുക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ ടൈപ്പ് ചെയ്യാൻ. ഓക്കെ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ടൈപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കീബോർഡിൽ നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ കീബോർഡിൽ അറബിക് കീബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൽ അറബിക് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അൽഫ്, ബാ, താ ഇതൊന്നും ഓർഡർ അല്ല കേട്ടോ. നമ്മൾ ABCD കൊടുക്കുന്ന പോലെ തന്നെ ABCD എങ്ങനെയാണോ കീബോർഡിൽ കിടക്കുന്നത് അതേപോലെ തന്നെ ഇതൊന്നും ഓർഡർ ആയിട്ടല്ല. നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കീബോർഡ് ആയിക്കോട്ടെ, നമുക്ക് അത്യാവശ്യം നല്ല ഇത് വേണം. പിന്നെ ഒരു പ്രാക്ടീസായി കിട്ടണമെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. അതേപോലെ തന്നെയാണ് ഏതൊക്കെ ലെറ്റർ എവിടെയൊക്കെയാണ് എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കും. പിന്നീട് നമുക്ക് സ്പീഡ് കിട്ടും. സോ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അലിഫ് എവിടെ, ബാ എവിടെ, താ എവിടെ, എവിടെ എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ അറബിക് അക്കങ്ങളായിക്കോട്ടെ അതൊക്കെ ഉണ്ട് അവിടെ അതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മൾ അറബിക് കീബോർഡ് സെറ്റിങ്സിൽ പോയിട്ട് അറബിക് ലാംഗ്വേജ് സെറ്റ് ആക്കുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമുക്ക് അറബിക് കീബോർഡ് വർക്കാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് വർക്കാക്കും. ഇപ്പോൾ ഞാനിതിൽ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുകയാണെന്ന് നോക്കിക്കോ. അതിൽ എവിടെ അപ്പോൾ ഞാൻ അതിൽ അത്യാവശ്യം നല്ല സമയം എടുത്ത് എസിൻ്റെ അവിടെ തന്നെ എസ് വേണ്ട അറബിക് ലെറ്റർ എസ്. അപ്പോൾ സോ നമ്മൾ ആ ഒരു ഇത് ടൈപ്പ് ചെയ്യും. ഇത് കണ്ട് ഇതാ എൻ്റെ ആദ്യം തന്നെ ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് പഠിച്ചതാണ് കേട്ടോ അത്. അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിങ്ങനെ നമുക്ക് ബൈ പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് വേഗം തന്നെ കിട്ടും. LSL മീമിന് ആകണം ആ ഒരു ലെറ്റർ, എല്ലിൻ്റെ ലെറ്ററുള്ള. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ടൈം എടുത്ത് ബൈ പ്രാക്ടീസ് നമുക്ക് പെർഫെക്റ്റ് ആകാൻ കഴിയും. ഇതിൽ സ്പേസ് ബാറൊക്കെ അത് തന്നെയാണ്, പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അറബിക് ലെറ്റേഴ്സ് റൈറ്റിൽ നിന്നാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ സ്പേസ് ബാറും അതേപോലെ തന്നെ എൻ്ററൊക്കെ അമർത്തുമ്പോൾ സൂക്ഷിച്ച് അമർത്തുക. ചിലപ്പോൾ ലെറ്റേഴ്സ് അടക്കം പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. സോ ഇത്ര സംഭവമൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അല്ലാതെ ഒരു ഡിഫിക്കൽട്ടൊന്നുമില്ല. പഠിച്ച് നമുക്ക് അറബിക് കീബോർഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം.